സ്വന്തം മകനായ രാഹുൽ ഗാന്ധിയെ രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും സ്നേഹിച്ചതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളായിരിക്കും, പ്രത്യേകിച്ചും മുഖ്യധാരാ മാധ്യമങ്ങൾ. കഴിഞ്ഞ 20 വർഷത്തിനിടെ സ്വപ്നതുല്യമായ ലോഞ്ച് ഒരു ഡസനിലധികം കിട്ടിയ വ്യക്തിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ടും അയാൾ ഒരു പരാജയം തന്നെയായിരുന്നു. സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കാഴ്ചവെച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ 2024 പൊതു തെരഞ്ഞെടുപ്പിലാണ്. അതും 543 സീറ്റിൽ 99 സീറ്റ് എന്ന സംഖ്യയിലാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഒതുങ്ങിപ്പോയത്. അതായത് 3 അക്കം കടക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് ചുരുക്കം. കാര്യങ്ങളുടെ കിടപ്പുവശം ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും രാഹുൽ ഗാന്ധി ഒരു പരാജയമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് സമ്മതിക്കാത്ത ഒരു കൂട്ടം ആളുകൾ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ. 2014 കോൺഗ്രസിനെ കടപുഴക്കിക്കൊണ്ട് നരേന്ദ്രമോദി ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാരം പിടിച്ചടക്കിയ കാലം തൊട്ട് തന്നെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രധാനമായും പേനയുന്തുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ്. അതായത് തലയില്ലാത്ത തെങ്ങിന് വളമിടുന്ന പ്രവൃത്തിയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്കും മുന്നേ അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കാണ് ഈ ദുർഗതി ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 3 പൊതു തെരഞ്ഞെടുപ്പുകളിലും 100-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഈ നാട്ടിലെ ജനങ്ങൾ സംഭാവന ചെയ്തത്. പക്ഷേ മലയാള മാധ്യമങ്ങൾ ഇപ്പോഴും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു, രാഹുൽ ഗാന്ധി തീയാളി, രാഹുൽ ഗാന്ധി കൊടുങ്കാറ്റ് പോലെ വീശി എന്നുള്ള പതിവ് തള്ളലുകളുമായി തന്നെ നടക്കുകയാണ്. ആ തള്ളലുകൾക്കും വാഴ്ത്തുപാട്ടുകൾക്കുമുള്ള ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയും. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങളിലൊന്നായിരുന്നു ഇന്ത്യൻ സൈന്യത്തിലേക്ക് അഗ്നിവീർ സ്കീം വഴി തെരഞ്ഞെടുക്കപ്പെടുന്ന സൈനികർക്ക് അവർ മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം യാതൊന്നും തന്നെ ലഭിക്കുകയില്ല എന്ന തരത്തിലുള്ള ഒരു ആരോപണം. അതിന് കൃത്യമായ മറുപടി ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി തന്നെ പറയുകയുണ്ടായി. അഗ്നിവീർ സ്കീമിൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേരുകയും പിന്നീട് മറ്റെന്തെങ്കിലും അത്യാഹിതത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തിക്ക് ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിലാണ് നഷ്ടപരിഹാരമായി കേന്ദ്ര സർക്കാർ നൽകുന്നത്. രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് 24 മണിക്കൂർ തികയുന്നതിന് മുന്നേ തന്നെ അഗ്നിവീർ എന്ന പദ്ധതിക്ക് കീഴിൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേരുകയും വീരമൃത്യു വരിക്കുകയും ചെയ്ത ഒരു സൈനികന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു. അവർ പറയുന്നതിനനുസരിച്ച് ഏകദേശം 1,08,00,000 രൂപ കേന്ദ്ര സർക്കാർ അവർക്ക് നഷ്ടപരിഹാരം ഇനത്തിൽ മാത്രം നൽകിയിട്ടുണ്ട്. അതായത് അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധിയും പാർലമെന്റിൽ ഒരു പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യത്തെ പാർലമെന്റ് പ്രസംഗത്തിൽ പിന്നീട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിലൊന്ന് ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയ്ക്ക് നേരെയായിരുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഓം ബിർളയെ അഭിവാദ്യം ചെയ്യാനും ഷെയ്ക്ക് ഹാൻഡ് നൽകാനും വേണ്ടി ചെന്ന രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ശിരസ് കുനിച്ചില്ല എന്നുള്ളതായിരുന്നു ഓം ബിർളയ്ക്ക് നേരെയുള്ള ആരോപണം. അവിടം കൊണ്ട് മാത്രം തീർന്നില്ല ആരോപണം, മറിച്ച് നരേന്ദ്രമോദിക്ക് മുന്നിൽ തല കുനിക്കുന്നൊരവസ്ഥ ഓം ബിർള ഉണ്ടാക്കി എന്ന തരത്തിലും രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചു. അതിനുള്ള കൃത്യമായ മറുപടി ഓം ബിർള തന്നെ നൽകി. താനെപ്പോഴും പ്രായത്തിന് മുതിർന്നവരെ ബഹുമാനിക്കുന്നവരാണെന്നും അതേസമയം സമപ്രായക്കാരെയോ അല്ലെങ്കിൽ ഇളയ പ്രായക്കാരെയോ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ നിന്ന് മാത്രമേ അഭിവാദ്യം ചെയ്യാറുള്ളൂ എന്നുമായിരുന്നു ഓം ബിർളയുടെ മറുപടി. എന്താണ് ഇന്ത്യയിലെ കേവല സംസ്കാരമെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു വ്യക്തിയായി രാഹുൽ ഗാന്ധി മാറി എന്നുള്ളതിന്റെ സൂചനയാണത്. അതല്ലെങ്കിൽ വിധേയപ്പെട്ട് മാത്രം രാജ്യം ഭരിക്കുന്നവരെ കണ്ടു ശീലിച്ച രാഹുൽ ഗാന്ധിയുടെ ശീലം മാറാത്തതിന്റെ പ്രശ്നമായിരിക്കും. കാരണം 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടയ്ക്ക് പിൻസീറ്റിൽ ഇരുന്നു കൊണ്ട് 10 വർഷം ഈ രാജ്യം ഭരിച്ചവരാണ് സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും. അവരെ സംബന്ധിച്ച് അവരെപ്പോഴും കണ്ടു വളർന്നിട്ടുള്ളത് വിധേയപ്പെട്ടു നിൽക്കുന്ന ആളുകളെ മാത്രമാണ്. ഹൈക്കമാൻഡിന്റെ ആജ്ഞാനുവർത്തികളായ രാഷ്ട്രീയക്കാരെ മാത്രമാണ്. 1 മണിക്കൂറിലധികം നീണ്ട രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ അനവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്നായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വികസന കാര്യങ്ങളിൽ ഏറ്റെടുത്ത സ്ഥലമുടമകൾക്ക് തന്നെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എന്നുള്ള ആരോപണം. ഏകദേശം 1200 കോടി രൂപയ്ക്ക് മുകളിലാണ് സ്ഥലമുടമകൾക്ക് നൽകിയ നഷ്ടപരിഹാര തുക മാത്രം വരുന്നത്. അത്തരമൊരു വസ്തുത നിലനിൽക്കെയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ കള്ളങ്ങളെ പ്രചരിപ്പിക്കുന്നത്. അതേ കള്ളങ്ങൾ തന്നെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് മലയാളത്തിലെ മാധ്യമങ്ങൾ നമുക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കർഷകരുടെ വിളകൾക്ക് മിനിമം താങ്ങുവില ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കള്ളങ്ങൾ മുതൽ രാജ്നാഥ് സിംഗ് തന്നോട് ചിരിച്ചു, നരേന്ദ്രമോദി ചിരിച്ചില്ല എന്ന് തുടങ്ങിയിട്ടുള്ള ബാലിശമായ വാദങ്ങൾ വരെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉടനീളം പ്രസംഗിച്ച് നടന്നത്. പക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയും രാഹുലിന്റെ തീയാളലാണ്, ആഞ്ഞടിയാണ്, കൊടുങ്കാറ്റാണ്. 2 പതിറ്റാണ്ടോളം ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലൊക്കെ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടും പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി കുഴലൂതുന്ന
മലയാള മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉളുപ്പുണ്ടാവണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ ശ്രമത്തിലാണെങ്കിലും കഷ്ടിച്ച് 99 സീറ്റിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് തള്ളിവെക്കാൻ വേണ്ടി മാത്രം നമ്മുടെ മുഖ്യധാരാ മാധ്യമമായ മലയാള മനോരമ ഇന്ന് മാറ്റിവെച്ചത് 3 പേജാണ്. അവർ കൊടുത്ത തലക്കെട്ടായിരുന്നു ബഹുകേമം. രാഹുൽ ഷോക്ക് എന്നാണ് അവർ കൊടുത്തത്. പക്ഷെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങൾക്ക് ഒറ്റ പേര് മാത്രമേ ഇന്നത്തെ കാലത്ത് പുതുതലമുറ പറയാറുള്ളൂ. അത് ഷോക്ക് എന്നല്ല, പട്ടി ഷോ എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും 99 സീറ്റ് കിട്ടിയിരിക്കുന്നത് 100-ലല്ല, 543-ലാണ്. അതാരെങ്കിലും കോൺഗ്രസിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ജനവിധി എതിരായതിന്റെ പുറത്ത് ഭ്രാന്തമായിട്ടുള്ള ആരോപണങ്ങളുമായി പാർലമെന്റിലേക്ക് വരരുത്. നരേന്ദ്രമോദി സ്വന്തം എംപിമാർക്ക് കൊടുത്ത നിർദ്ദേശമാണ് കറക്റ്റ്. ഒരു മനുഷ്യനും രാഹുൽ ഗാന്ധിയെ പോലെ പാർലമെന്റിൽ പെരുമാറരുത്. കാരണം അത് തികച്ചും പരിഹാസ്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, കാര്യങ്ങൾ പഠിക്കുക. അതിനുശേഷം മികച്ച ഒരു പ്രതിപക്ഷ നേതാവാകാൻ ശ്രമിക്കുക. കാരണം 20 വർഷത്തെ ദേശീയ രാഷ്ട്രീയ ജീവിതത്തിൽ രാഹുൽ ഗാന്ധി ഇന്നേ വരെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനം വഹിച്ചിട്ടില്ല. ഭരണഘടനാപരമായി ബഹുമാനമുള്ള എന്തെങ്കിലും ഒരു സ്ഥാനത്ത് ഇരുന്നിട്ടുമില്ല. 10 വർഷം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും എന്തെങ്കിലും ഒരു സ്ഥാനം ഏറ്റെടുക്കാനോ സ്വന്തം കഴിവ് തെളിയിക്കാനോ രാഹുൽ ഗാന്ധിയെ കൊണ്ട് സാധിച്ചിട്ടുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് വീണ് കിട്ടിയിരിക്കുന്ന അവസരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി തിളങ്ങുക എന്നുള്ള അവസരമാണ്. പക്ഷേ ഒരുപാട് പ്രതീക്ഷകളൊന്നും വേണ്ട. കാരണം പ്രതിപക്ഷ നേതാവായിട്ടുള്ള പാർലമെന്റിലെ ആദ്യ പ്രസംഗത്തിൽ തന്നെ പഴയ അതേ മന്ദബുദ്ധി പയ്യന്റെ ലെവലിലേക്ക് താഴുന്ന രീതിയിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ പോക്ക്. മലയാളത്തിലെ മാധ്യമങ്ങൾ കണ്ട് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ വശമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന 2 ഭാഷ അറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ മികച്ച ഒരു സ്റ്റാൻഡപ്പ് കോമഡി വേറെ ഇല്ല എന്നുള്ളതാണ് സത്യം.